കടൽ മണൽ ഖനനത്തിനെതിരെ ആലപ്പുഴയിൽ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. ധാതുമണൽ കടത്താനുള്ള ശ്രമമാണ് കടൽ മണൽ ഖനനമെന്നും അദാനിയെ പോലുള്ളവർക്ക് വേണ്ടിയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇത് അദാനിയെ പോലെയുള്ള അവർക്ക് ഇഷ്ടമുള്ള മുതലാളിമാർക്ക് ഈ കടലിനെ കൂടി വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനയാണ്. നമ്മുടെ കടലിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളിയുടെ ജീവിത മാർഗത്തെ മുഴുവൻ അടക്കാൻ വേണ്ടിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഗൂഢപദ്ധതിയാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഖനനം ചെയ്ത് ധാതു ലവണങ്ങളും മണ്ണും കടത്തിക്കൊണ്ടുപോയി ഈ രാജ്യത്തെ കൊള്ളയടിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കടൽ മണൽ ഖനനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം, തീരമേഖലയിൽ നിന്നൊപ്പം തന്നെ അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊക്കെ കൂടി വരുന്ന സാഹചര്യം, കോൺഗ്രസിന്റെ പ്രതിഷേധം, വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇന്ന് രാവിലെ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് ഏകദേശം 100ലധികം വള്ളങ്ങളെ അണിനിരത്തിക്കൊണ്ട് കടൽ മണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തുന്നത്. അല്പസമയം മുമ്പായിരുന്നു അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ആലപ്പുഴയുടെ MP KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയിൽ, അതായത് തീരദേശ മേഖലയെ ഒന്നാകെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും അദാനിയും തമ്മിൽ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടുകച്ചവടമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്രമേയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതിലേതെങ്കിലും തരത്തിൽ തീരദേശ ജനതയോട് ഐക്യദാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച് ഈ കടൽ മണൽ ഖനനം അത് നിർത്തിവെക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസ് ആലോചിച്ചിട്ടുണ്ട്. അടുത്ത മാസം, അതായത് ഏപ്രിൽ 12-ാം തീയതി പാർലമെന്റിന് മുൻപിൽ കേരളത്തിലെ MP മാരെ അണിനിരത്തിയ ഒരു പ്രതിഷേധമുണ്ട്. അതിനുശേഷം ഏപ്രിൽ 21-ാം തീയതി തീരദേശ ജാഥ നടത്തുന്നുണ്ട്. ഏപ്രിൽ 21 മുതൽ 30 വരെ അതായത് ഒരു തരത്തിലുള്ള പാരിസ്ഥിതിക പഠനവും ഇല്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. ഒരു തരത്തിലും ഈ മത്സ്യബന്ധനയെ ഏത് തരത്തിലാണ് ഈ കടൽ മണൽ ബാധിക്കുക എന്ന തരത്തിൽ ഒരു പഠനവും നടത്താതെ കേവലം കുത്തക കമ്പനികൾക്ക് കടലിന്റെ അവകാശം തീരെഴുതി നൽകുന്ന നിലപാടാണ്. അത് ഒരു കാലത്തും കോൺഗ്രസിന് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഈ തീരമേഖലയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു. ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഈ പ്രമേയത്തെ പിന്തുണച്ചു. ഒരു ഘട്ടത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് സമരം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും ഒക്കെ BJP സർക്കാരിന് കുടപിടിക്കുന്ന നയം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമരം വേണ്ട, തീരദേശ മേഖലയെ ഒറ്റുകൊടുക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ കുടപിടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നു എന്ന നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആഴക്കടൽ ഏകദേശം 12 നോട്ടിക്കൽ മൈൽ അകത്തേക്കാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായുള്ള ബോട്ടുകളൊക്കെ പോകുക. അവിടെയാണ് ഈ സമര പ്രഖ്യാപനം ഉണ്ടാകുക. നേരത്തെ കൊല്ലത്തും സമാനമായ രീതിയിൽ സമരം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ സമരം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതലായി ഈ കടൽ മണൽ ഖനനം ബാധിക്കുക കൊല്ലം തീരത്തെയാണ്. കൊല്ലം തീരത്തെ മത്സ്യബന്ധനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രാഥമികമായ പഠനത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ഈ മേഖലയിൽ വിദഗ്ധരും ഒക്കെ പറയുന്നത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധരടക്കം പറയുന്നത് മത്സ്യമേഖലയെ ഇത് ബാധിക്കുമെന്നാണ്. എന്നാൽ അത്ര കാര്യമായി ബാധിക്കില്ല എന്നൊരു വിശദീകരണത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ചെറുക്കാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ അതായത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതിന്റെ ആദ്യപടിയായാണ് കോൺഗ്രസിന്റെ ഈ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.